എന്താ എന്ത് പറ്റി? അവൻ ചെയ്തവൻ നോക്ക്. പോയിട്ട് കൂടുതലാണല്ലേ ഇത്. ഹണി ക്യാച്ച്. എന്റെ അമ്മേ. പോപ്പട്ടെ പിടിച്ചോ. എന്നാ ബണി ക്യാച്ച്. അയ്യോ. ഇന്നത്തെ ചൂടുള്ള വാർത്ത. കോമിക് ബുക്കിലെ ആനയുടെ ഉറുമ്പിന്റെയും കഥ വായിച്ച് കാട്ടിലെ ആനകളെല്ലാം സമരത്തിനിറങ്ങി. പുഴയിലിറങ്ങിയ പശുവിനെ മുതല കടിച്ചു. ഡാൻസ് ഷോയിൽ ഡാൻസ് ടീം ലിറ്റിൽ ഡാൻസേഴ്സ് ഫാസ്റ്റ് ഡാൻസ് ചെയ്ത് തീ വിടർത്തി. ആ ലിറ്റിൽ ഡാൻസേഴ്സിന്റെ തീ വന്ന് ഇവിടം വരെ പടർന്നു പിടിച്ചോ. ആ അയ്യോ, എന്താ ഇത്? രക്ഷിക്കണേ, രക്ഷിക്കണേ, രക്ഷിക്കണേ. അയ്യോ, ആരെങ്കിലും രക്ഷിക്കണേ, 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 രക്ഷിക്കണേ. കിട്ടി വെച്ചിരിക്കുന്ന അലാറം ഭയങ്കര ബോറാണല്ലേ അല്ലേ? അത് അവള് അലാറം വെച്ചിരിക്കുന്നതല്ല, അലറി കരഞ്ഞ് സഹായം ചോദിക്കുന്നതാ. കിറ്റി ഇതാ ഞങ്ങൾ വന്നു. എനിക്ക് തീ വല്ലാത്ത പേടിയാണ്. അതൊന്ന് കെടുത്തു, വേഗാവട്ടെ. ഹണി വേഗം പോയി അടുക്കളയിൽ നിന്ന് വെള്ളം എടുത്തോണ്ട് വാ. കൊച്ചളിയ വെള്ളമൊക്കെ നമുക്ക് പിന്നെ കുടിക്കാന്നേ. ആദ്യം തീ കെടുത്തുള്ള വല്ല വഴി ആലോചിക്കേ. എടാ കഴുത തീ കെടുത്താൻ തന്നെയാ ഞാൻ വെള്ളം ചോദിച്ചേ. ഞാൻ തന്നെ പോയി എടുക്കാം, അതാണ് നല്ലത്. അടുക്കളയിലെ പൈപ്പിൽ വെള്ളം വരുന്നില്ല. ഒരു മിനിറ്റ്. ബാത്റൂമിലും വെള്ളം വരുന്നില്ല. ഞാൻ പുറത്തു പോയി നോക്കിയിട്ട് വരാം. ചിലപ്പോ ഗാർഡനിൽ വെള്ളം കാണാൻ സാധ്യതയുണ്ട്. അയ്യോ, അയ്യോ, തീ, അയ്യോ. ആഹാ കൊള്ളാലോ, നല്ല അടിപൊളി ജാക്കറ്റ് ആണല്ലോ. ഹായ് കിറ്റി, നിനക്കിത് എവിടുന്നാ കിട്ടിയേ? അതെന്തായാലും കലക്കി ഹണി. ഇവിടെ ഒരു തുള്ളി വെള്ളമില്ലഞ്ഞിട്ട് നിന്റെ ധൈര്യം കൊണ്ട് നീ തീ കെടുത്തിയല്ലോ. നിന്നെ സമ്മതിക്കണം. ഇതെല്ലാം നിന്നിൽ നിന്നും മറ്റുള്ളവർ കണ്ടു പഠിക്കണം ഹണി. യു ആർ എ റിയൽ ഹീറോ. റിയൽ ഫയർ ഫൈറ്റർ. ആ കിറ്റിയുടെ വീട്ടിലെ തീ കെടുത്തതിന് ശേഷം ഹണി ഇപ്പൊ മൊത്തത്തില് സ്വപ്നലോകത്താ. നീ എന്താണ് ആലോചിച്ചോണ്ടിരിക്കുന്നത് ഹണി? ഹണിയല്ല, ഫയർ ഫൈറ്റർ ഹണി ടു ദ റെസ്ക്യൂ. ഈ ലോകത്തിന് എന്റെ സഹായം ആവശ്യമുണ്ട്. എവിടെ തീ പിടുത്തമുണ്ടായാലും ഈ ഫയർ ഫൈറ്റർ ഹണി ഉണ്ടല്ലോ, തീ കെടുത്താനായിട്ട് ഉടൻ തന്നെ അവിടെ എത്തിയിരിക്കും. ഈ നാട്ടുകാരൊക്കെ ഉണ്ടല്ലോ പിന്നെ ധീരനെന്നും വീരനെന്നും ഈ ഫയർ ഫൈറ്റർ ഹണിയെ പേരെടുത്ത് വിളിക്കും. അയ്യോ ദേ എലി. അയ്യോ, എന്റെ അമ്മേ. എവിടെ എലി? ചിരിച്ചോ. ഈ ഫയർ ഫൈറ്റർ ഹണി ആരാണെന്ന് നിങ്ങളെയൊക്കെ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഫയർ ഫൈറ്റർ ഹണി ടു ദ റെസ്ക്യൂ. എന്താ എന്ത് പറ്റി? അവൻ ചെയ്തവൻ നോക്ക്. പോയിട്ട് കൂടുതലാണല്ലേ ഇത്. ഞാൻ തീ കെടുത്തി. നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. പെട്രോളിന്റെ വില വീണ്ടും കൂട്ടിയിരിക്കുകയാണ്. എന്ത് ചെയ്യാ ഹണി? ഞാൻ ടിവിയിൽ ന്യൂസ് കണ്ടോണ്ടിരിക്കുക. ഇന്ന് കാട്ടിൽ തീപിടുത്തം ഉണ്ടായി. അവിടെ 100-ലധികം ഫയർ ഫൈറ്റേഴ്സ് തീ കെടുത്താനുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ നടത്തി. ഫയർ ഫൈറ്റർ ഹണി ടു ദ റെസ്ക്യൂ. അയ്യോ ഹണി വേണ്ട, വേണ്ട. വലിയ നീ എന്താ ഈ കാണിക്കുന്നേ? ഈ നാട്ടിൽ എവിടെയും തീ പിടിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അഥവാ തീ പിടിച്ചു കഴിഞ്ഞാൽ ഈ ഹണി ഫൈറ്റർ അത് കെടുത്തും. എടാ കഴുതേ, ടിവിയിൽ തീ പിടിക്കുമ്പോ എന്തിനാ വെള്ളം കൊടുത്ത് ഒഴിച്ചത്? തീ പിടിക്കുമ്പോഴല്ലേ വെള്ളം ഒഴിക്കണ്ടേ? ടിവിയിൽ തീ പിടിക്കുമ്പോഴാണ് ഒഴിക്കേണ്ടത്. അത് തന്നെയല്ലേ ഞാൻ ചെയ്തത്. തീ പിടിച്ചു കഴിഞ്ഞപ്പോ വെള്ളം കോരി ഒഴിച്ചു. എടാ സോർദാറെ, നീ ആരെ ഈ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്? ഇവനോട് സംസാരിച്ച് എന്റെ തലയാകെ ചൂടായിരിക്കുക. ഫയർ ഫൈറ്റർ ഹണി ടു ദ റെസ്ക്യൂ. എടാ മറക്കെടുത്ത് എന്തുകൊണ്ടായി കാണിക്കുന്നേ? നിന്റെ തല ചൂടാണെന്നല്ലേ പറഞ്ഞത്. ആ തലക്കെങ്ങാൻ തീ പിടിച്ചിരുന്നെങ്കിൽ വലിയ പ്രശ്നമായിരുന്നില്ലേ? അതുകൊണ്ട് തീ പിടിക്കാതിരിക്കാൻ ഒരു മുൻകരുതലിനാ ഞാൻ വെള്ളം കോരി ഒഴിച്ചത്. എങ്ങനെയുണ്ട്? ഇപ്പൊ ഞാൻ പുറത്തേക്ക് പോവുക. നാട്ടിലെവിടെയെങ്കിലും തീ പിടിച്ചിട്ടുണ്ടോന്നൊന്ന് നോക്കിയിട്ട് വരാം. ടാറ്റാ. എടാ സോർദാറെ, ഇവൻ ഫയർ ഫൈറ്റർ ആവാനുള്ള ആവേശത്തിൽ നാട്ടുകാരുമായിട്ട് ഫൈറ്റ് ഉണ്ടാക്കൂ. ഹണിയെ വേഗം തടയണം, നമുക്ക് പോകാം.
ഇത് ലാസ്റ്റ് സീനാണ്. ഇത് കഴിഞ്ഞാൽ പാക്കപ്പ്. ക്യാമറ. ഹണി, ഫയർ ഫൈറ്റർ ഹണി ടു ദ റെസ്ക്യൂ. ആ, ഇവിടെ എന്റെ ഫിലിമിലെ ഹീറോയിൻ നിൽപ്പുണ്ടായിരുന്നല്ലോ മേഡം, അവരെ കണ്ടായിരുന്നോ? സാറിന്റെ ഹീറോയിൻ ഇതാ ഇവിടെ നിപ്പുണ്ട്. ഹണിയെ എവിടെയൊക്കെ അന്വേഷിക്കാ? ഈ കുട്ടികളൊക്കെ ആ ഭാഗത്തേക്കാ ഓടുന്നത്. അപ്പൊ തീർച്ചയായും ഹണി ആ ഭാഗത്തുണ്ടാവും. വേഗം വാ. ഫയർ ഫൈറ്റർ ഹണി ടു ദ റെസ്ക്യൂ. നിൽക്കുന്നു. പോപ്പട്ടെ, വേഗം പോയി വെള്ളം ബ്ലോക്ക് ചെയ്യ്. ഓക്കേ. നീ എന്തിനാണ് കുട്ടികളുടെ പുറത്ത് വെള്ളം ഒഴിക്കുന്നത് ഹണി? ഞാൻ കുട്ടികളോട് ചോദിച്ചു ഭാവിയിൽ നിങ്ങൾക്ക് ആരാവാൻ ആഗ്രഹമെന്ന്. ഒരാൾ സിംഗർ ആവണമെന്ന് പറഞ്ഞു, പിന്നെ ഒരാൾ ആക്ടർ ആവണമെന്നും, പിന്നെ സൂപ്പർ ഗിറ്റാറിസ്റ്റും. അതവരുടെ ഉള്ളിൽ തീ പോലെ പടർന്നിരിക്കുക. അതുകൊണ്ട് ഞാനത് വെള്ളം കൊണ്ട് അണയ്ക്കാൻ ശ്രമിക്കുകയായിരുന്നു. ആഹാ, നല്ല ചൂട് സമൂസ. ആഹാ, ചൂട് സമൂസ. ആഹാ. അവിടെ നിൽക്ക്. കാണിക്കുന്നേ, എന്തിനാ വെള്ളം ഒഴിക്കുന്നേ? ചേടാ, ഈ സ്കൂട്ടർ എന്താ ഇതുവരെ സ്റ്റാർട്ട് ആവാത്തത്? അയ്യോ, നിന്നെ ഇന്ന് കൊല്ലും ഞാൻ. നിക്കടാ അവിടെ. ആഹാ, എന്തോ സുഗന്ധം. രണ്ട് കമ്പിത്തിരി തരാമോ? ആ, ദാ ഇത് പിടിച്ചോ. താങ്ക് യു അങ്കിളെ. ചേടാ, കാണുന്നില്ലല്ലോ. ഇന്നവനെ എന്റെ കൈ കിട്ടിയ അവസാനമായിരിക്കും. രക്ഷപ്പെട്ടു. അയ്യോ പടക്കം, ഇത് കാരണം ചിലപ്പോ തീപിടുത്തുണ്ടാവാൻ സാധ്യതയുണ്ട്. താൻ തീ പിടിപ്പിക്കുമല്ലേ? അവിടെ ഉണ്ട്. ഫയർ ഫൈറ്റർ ഹണി ടു ദ റെസ്ക്യൂ. ഹണി വേണ്ട, ആ പടക്കത്തിൽ വെള്ളം ഒഴിക്കരുത്. ഓക്കേ, എന്നാ പിന്നെ ഞാൻ വെള്ളത്തിൽ പടക്കം എടുത്തിട്ടാലോ? എടാ കഴുതേ, പടക്കത്തിന്റെ അടുത്തൊന്ന് മാറി നിൽക്കാനാ നിന്നോട് പറഞ്ഞത്. എന്നാ ശരി. ദാ കിടക്കുന്നു പടക്കം. ഇനി വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞോടെ ഞാൻ അവിടെ മാറി നിൽക്കാം. ഞാൻ ദയിപ്പോ വരാം. അയ്യോ തീ, അതും എന്റെ വീടിന്റെ അടുത്ത് തന്നെ. ഇപ്പൊ ഞാൻ വെള്ളം കൊണ്ടുവരാം. ഇവന് പറഞ്ഞ മനസ്സിലാവില്ല. ഐഡിയ. കിറ്റിയല്ലേ അന്ന് ഇത് പറഞ്ഞ് ഇവനെ പ്രശംസിച്ചത്. അതുകൊണ്ടാണ് ഇങ്ങനെയാണ് കറങ്ങുന്നത്. അങ്ങനെയാണെങ്കിൽ കിറ്റിയോട് ഇവനെ വേറെ ഏതെങ്കിലും കാര്യത്തിൽ പ്രശംസിക്കാൻ പറയാം. ഓ, ഫയർ ഫൈറ്ററിന്റെ പണിയും നിർത്തും. വാ, നമുക്ക് പോയി കിറ്റിയെ വിളിച്ചോണ്ട് വരാം. ഫയർ ഫൈറ്റർ ഹണി ടു ദ റെസ്ക്യൂ. എന്തുകൊണ്ടോ ചെയ്യുന്നത്? നിർത്താൻ. കിറ്റി, ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തന്ന കാര്യങ്ങള് നീ വേഗം പോയി ഹണിയോട് പറ. ഹായ് കിറ്റി, നീ കണ്ടോ ഈ ഫയർ ഫൈറ്ററായ ഹണിയെ? എല്ലാ തീയും കെടുത്ത് ഈ ഹീറോ നാടിന് വേണ്ടി സേവനം ചെയ്തോണ്ടിരിക്കുക. ഹണി, തീ കൊണ്ട് ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുമ്പോഴാണ് ഫയർ ഫൈറ്റർ തീ കെടുത്തി ആളുകളെ സഹായിക്കുന്നത്. നിനക്കത് റിയൽ ഹീറോ ആകണമെന്നുണ്ടെങ്കിൽ നീ ഈ വെള്ളം ചെടികൾ കുഴിച്ചാൽ മതി. നീ ആ കരയുന്ന അങ്കിളിനോട് മാപ്പ് ചോദിക്കുക. അപ്പോൾ തന്നെ നീ റിയൽ ഹീറോയി മാറിക്കഴിയും. നീ നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയ പോപ്പറ്റിന് ഡെയിലി ഒരു ചോക്ലേറ്റ് മേടിച്ചു കൊടുത്താൽ നീ റിയൽ ഹീറോ ആവും. നീ നിന്റെ കൂട്ടുകാരനായ സോർദാറിനെ ഇടയ്ക്കൊക്കെ മസാജ് ചെയ്ത് കൊടുത്തു നോക്ക്. അപ്പൊ നീ റിയൽ ഹീറോ ആവും. ബണ്ണിയുടെ പാലിന്റെ പകുതി ഫ്രിഡ്ജിൽ നിന്നും എന്ന് കട്ടു കുടിക്കാതിരിക്കുന്നു, അന്ന് നീ റിയൽ ഹീറോയായി മാറും. ഗോർദാറ്, ഞാൻ ഈ കാര്യം നേരത്തെ തന്നെ മനസ്സിൽ വിചാരിച്ചിരുന്നതാണ്. അതേതായാലും കിറ്റി എന്നെ പറഞ്ഞു. എനിക്കെല്ലാം മനസ്സിലായി കിറ്റി. ഇനി ഞാൻ നാടിന് ആവശ്യമുള്ള സമയത്ത് മാത്രമേ ഫയർ ഫൈറ്റർ ആവുള്ളൂ. ഫയർ ഫൈറ്റർ ഹണി ടു ദ റെസ്ക്യൂ. ഹണി, you are the real hero. Thank you.